ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ലെയറോട് കൂടിയിട്ടുള്ള പാൽ പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് ടിഫിനിലും ഒക്കെ കൊടുത്തു വിടാം. ഉറപ്പായിട്ട് നിങ്ങളിത് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ലെയറോട് കൂടിയിട്ടുള്ള ഒരു പാൽ പൊറോട്ടയാണ്. കറിയൊന്നും ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. മാവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ബ്രൗൺ കളറായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ്. നെയ്ക്ക് പകരം ഓയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. സൺഫ്ലവർ ഓയിൽ ചേർക്കാവുന്നതാണ്. നെയ്യ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതാണ് കുറച്ചുകൂടി നല്ലത്. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുട്ട മതിയാകും കേട്ടോ. 2 മുട്ടയൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുട്ടയുടെ ഫ്ലേവർ കൂടുതലായിട്ട് നിൽക്കും. അതുകൊണ്ട് ഒരു മുട്ട മതിയാകും. ഇനി ഇത് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് മാവിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് തന്നെ മുട്ട മാവിൽ എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഇതുപോലെ ഒന്ന് യോജിപ്പിക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒഴിച്ച് കുഴയ്ക്കുന്നത് പാലാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ചെറു ചൂടുള്ള പാലാണ്. ഇപ്പോൾ സാധാരണ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ടാണല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് പാൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിന് വേണ്ടിയിട്ട് കുഴയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരല്പം ബാക്കി വന്നിട്ടുണ്ട്. മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കറക്റ്റ് അളവൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എത്ര പാൽ വേണമെന്നുള്ളത്. മാവ് എടുക്കുന്നതിന് അളവിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നമ്മളിത് കുഴയ്ക്കാനായിട്ട് ആവശ്യമുള്ള പാൽ എത്രയാണോ അത്രയും എടുക്കുക. ഇനി ഞാനൊരല്പം നെയ്യ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അരമണിക്കൂറോ 1 മണിക്കൂറോ എത്ര സമയം കൂടുന്തോറും അത് മാവ് നല്ല സോഫ്റ്റായിട്ട് വരികയും അതുപോലെ നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ മാവ് എടുത്ത് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ അതായി വന്നിട്ടുള്ളത് കൊണ്ട് 1 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിതിവിടെ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു 3 പാർട്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. 2-3 രീതിയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ അത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിതിവിടെ 3 പാർട്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പോർഷൻ എടുത്ത് കൗണ്ടർ ടോപ്പിലിട്ട് അല്പം മാവൊന്ന് വിതറി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് വെച്ചൊന്ന് പരത്തിയെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഓവൽ ഷേപ്പിലാണ് ഇതൊന്ന് ആദ്യം ഒന്ന് പരത്തിയെടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് തന്നെ നൈസായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. നമ്മൾ എത്രത്തോളം നൈസായിട്ട് പരത്തിയെടുക്കുന്നോ അത്രയും നല്ല സോഫ്റ്റും അതുപോലെ ലെയറുകളും കിട്ടും നമുക്കിതിൽ. അപ്പോൾ ഞാനിവിടെ മാവ് വിതറി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നെയ്ക്ക് പകരം ഓയിലും ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് അല്പം പൊടി മൈദപ്പൊടി തന്നെ ഒന്ന് വിതറി കൊടുക്കാം. വിതറി കൊടുത്തതിന് ശേഷം നിങ്ങൾക്കിത് 2 സൈഡും 4 സൈഡും മടക്കിയിട്ട് നമ്മൾ സാധാരണ പൊറോട്ടയൊക്കെ തയ്യാറാക്കുന്നത് പോലെ മടക്കിയിട്ട് പരത്തി ചുടാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതാകുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ലെയർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണേ. ഇത് ഞാനിങ്ങനെ ഒരു വശത്തു നിന്ന് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുകയാണ്. സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് നല്ല ലെയറോട് കൂടിയ പൊറോട്ട തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിൽ ഒന്നും വ്യത്യാസമില്ല. നമ്മൾ സാധാരണ പൊറോട്ടയ്ക്ക് വെള്ളം ചേർക്കും, ഈ ഒരു പൊറോട്ടയ്ക്ക് പാല് ചേർക്കുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി ടേസ്റ്റൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അതുപോലെ കുറച്ചുകൂടി നല്ല സോഫ്റ്റും ആണ് ഇതിന്. തണുക്കുമ്പോൾ അങ്ങനെ കട്ടിയായി പോകുകയൊന്നുമില്ല. മറ്റ് പൊറോട്ടയെക്കാളും കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണിത് കേട്ടോ. വെറുതെ കഴിക്കാനും കറിയൊന്നും ഇല്ലാതെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് വീണ്ടും ഒന്ന് 3ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാകും. ഇനി നമുക്കത് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഞാനൊന്ന് നെയ്യൊക്കെ തടവി പൊടിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് ഓയിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഡയറക്റ്റ് നമുക്ക് പരത്തി ഇത് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കൗണ്ടർ ടോപ്പിലേക്ക് വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം പൊടി വിതറി കൊടുക്കാം.
ഇനി ഇത് സാധാരണ നമ്മൾ പൊറോട്ടയൊക്കെ പരത്തുന്നത് പോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ 2 രീതിയിൽ ചെയ്യാവുന്ന കേട്ടോ. ഇത് സ്ക്വയർ ഷേപ്പിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് റൗണ്ടിലും ചെയ്യാവുന്നതാണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടാൽ മതിയാകും. അപ്പോൾ ഞാനതിൽ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്ര തിന്നായിട്ട് വേണോ അത്രയും നൈസായിട്ട് നിങ്ങളതൊന്ന് പരത്തിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ചുട്ടെടുക്കാം. അല്പം നെയ്യ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ആയതുകൊണ്ടാണ് ഞാനിത് നെയ്യൊക്കെ ഒഴിച്ച് ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുതിർന്നവർക്ക് കഴിക്കാനായിട്ട് നെയ്യ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഡ്രൈ ആയിട്ട് നിങ്ങൾക്കത് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇത് നെയ്യ് ഒഴിച്ചില്ലെങ്കിലും സോഫ്റ്റ് തന്നെ ആയിരിക്കും. കുട്ടികൾക്കാകുമ്പോൾ കുറച്ചുകൂടി നല്ല കുറച്ചുകൂടി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിത് നെയ്യ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. നെയ്യ്ക്ക് പകരം ഓയിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ ഞാനിവിടെ 1-2 ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല ലെയറൊക്കെ ഒന്ന് ഇളകി വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരുന്നതിനെ ജസ്റ്റ് ഇതുപോലെ കൈക്കുള്ളിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ അല്ലെങ്കിൽ പൊറോട്ട പരത്തുന്നത് പോലെ ഇതുപോലെ പരത്തിയെടുക്കാം. ഇനി ഇത് ചുട്ടെടുത്തിട്ടുണ്ട്, അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതും നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചിക്കൻ കറിയോടൊപ്പം മുട്ടക്കറിയോടൊപ്പം ഒക്കെ അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റൂവിനോടൊപ്പം ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ടിഫിനിലോ ഒക്കെ കൊടുത്തു വിടാവുന്നതാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. അതോടൊപ്പം റെസിപ്പി ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്